ഗാസയിൽ വെടിനിർത്തലിനായുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിൽ ഉടനടി ചർച്ചകൾ ആരംഭിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ച് ഹമാസ് അനക്കത്ത. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം 21 മാസം പിന്നിടുമ്പോഴാണ് ഹമാസ് ചർച്ചകൾക്ക് തയ്യാറാകുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിങ്കളാഴ്ച US സന്ദർശനം നടത്തുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ പ്രഖ്യാപനം നടന്നത്. അമേരിക്കൻ പിന്തുണയുള്ള കരട് വെടിനിർത്തൽ നിർദ്ദേശത്തിന്റെ നിബന്ധനകൾ ഉടൻ തന്നെ ചർച്ച ചെയ്യാമെന്നാണ് ഹമാസിന്റെ നിലപാട്. അതേസമയം ഹമാസിന്റെ പുതിയ നിലപാടിനോട് ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇസ്രയേലിന്റെ സുരക്ഷാ ക്യാബിനറ്റ് യോഗം ചേർന്ന ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. ഹമാസിന്റെ സഖ്യകക്ഷിയായ ഇസ്ലാമിക് ജിഹാദ് വെടിനിർത്തൽ ചർച്ചകളെ പിന്തുണയ്ക്കുന്നതായി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഗാസയിൽ തടവിലാക്കിയിരിക്കുന്ന ബന്ദികളെ മോചിപ്പിച്ചാൽ ഇസ്രയേൽ തങ്ങളുടെ ആക്രമണം പുനരാരംഭിക്കില്ല എന്നതിന് ഉറപ്പ് നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നല്ലതാണ്. അവർ എനിക്കതിനെക്കുറിച്ച് വിവരം നൽകിയിട്ടില്ല. നമ്മളിത് അവസാനിപ്പിക്കണം. ഗാസയിൽ എന്തെങ്കിലും ചെയ്യണം എന്നാണ് ഹമാസിന്റെ പ്രതികരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിൽ കടന്നുകയറി 1000-ലേറെ പേരെ കൊലപ്പെടുത്തുകയും 200-ലേറെ പേരെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തതിനെ തുടർന്നാണ് ഗാസയിൽ സംഘർഷം ആരംഭിച്ചത്. ഖത്തർ, ഈജിപ്ത്, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ 2 തവണ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയെങ്കിലും ഇതുവരെ ഫലവത്തായിട്ടില്ല. ഇതിനോടൊപ്പം പലസ്തീൻ തടവുകാർക്ക് പകരമായി ഇസ്രയേലി ബന്ദികളിൽ കുറച്ചുപേരെ തിരികെ നൽകുകയും ചെയ്തിരുന്നു. 2023 ഒക്ടോബറിലെ ആക്രമണത്തിനിടെ പലസ്തീൻ സായുധർ പിടിച്ചെടുത്ത 251 ബന്ദികളിൽ 49 പേർ ഇപ്പോഴും ഗാസയിൽ തടവിലാണ്. ഇതിൽ 27 പേർ മരിച്ചതായാണ് ഇസ്രയേൽ സൈന്യം പറയുന്നത്. 21 മാസത്തെ യുദ്ധം ഗാസ മുനമ്പിലെ 20 ലക്ഷത്തിലധികം ജനങ്ങൾക്ക് വിനാശകരമായിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രയേലി സൈനിക നടപടികളിൽ 20 പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസ സിറ്റിയിലെ ഒരു സ്കൂളിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ 5 പേർ ഉൾപ്പെടുന്നുണ്ട്. ഹമാസ് ഭരണത്തിന്റെ കീഴിലുള്ള ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ഇസ്രയേലിന്റെ സൈനിക നടപടിയിൽ ഗാസയിൽ 57,268 പേർ കൊല്ലപ്പെട്ടു എന്നാണ്. അതേസമയം ഗാസയിൽ 60 ദിവസത്തെ വെടിനിർത്തൽ നടപ്പിലാക്കാനുള്ള US നിർദ്ദേശത്തോട് ഹമാസ് അനുകൂലമായാണ് പ്രതികരിച്ചിട്ടുള്ളത്. നിർദ്ദേശം സംബന്ധിച്ച് 24 മണിക്കൂറിനകം മറുപടി നൽകണമെന്ന് ഹമാസിന്റെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനവും നൽകിയിരുന്നു. ക്രിയാത്മകമായ മറുപടി മധ്യസ്ഥർക്ക് കൈമാറിയെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കാനുള്ള ചർച്ചകൾ ഉടൻ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. വെടിനിർത്തൽ കരാറിന്റെ കരട് ഇസ്രയേൽ നേരത്തെ അംഗീകരിച്ചിരുന്നു. മധ്യസ്ഥർക്ക് വേണ്ടി ഹമാസുമായി ചർച്ച നടത്തുന്ന പലസ്തീനിയൻ വംശജർ ബിഷാര ബഹുബാഗ് ശപിക്കപ്പെട്ട ഈ യുദ്ധം അവസാനത്തിലേക്ക് എത്തിയെന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ചില ഭേദഗതികൾ ഹമാസ് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും വെടിനിർത്തൽ നടപ്പിൽ വരുന്നതിനെ അത് അട്ടിമറിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അടുത്തയാഴ്ച വെടിനിർത്തൽ നിലവിൽ വരുമെന്ന് ട്രംപ് വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിങ്കളാഴ്ചയാണ് US സന്ദർശിക്കുന്നത്. അതിനിടെ വെടിനിർത്തൽ ചർച്ചകൾ അരികിൽ നിൽക്കുമ്പോഴും ഗാസയിൽ കൂട്ടക്കൊല തുടർന്ന് ഇസ്രയേൽ. കഴിഞ്ഞ ദിവസം മാത്രം ഗാസയിൽ ഇസ്രയേൽ ബോംബാക്രമണത്തിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 78 പേരോളം കൊല്ലപ്പെട്ടു. ഇതിൽ 9 പേർ റാഫയിലെ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലെത്തിയവരാണ്. 24 മണിക്കൂറിനിടെ 70 പേർ ഗാസയിൽ കൊല്ലപ്പെടുന്നു. 743 പേർ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ മാത്രം വെടിയേറ്റു മരിച്ചു. 60 ദിവസത്തെ വെടിനിർത്തൽ ലക്ഷ്യമിട്ടുള്ള അടിയന്തര ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചതും പ്രതീക്ഷകൾക്ക് വകവയ്ക്കുന്നു. വെടിനിർത്തൽ ചർച്ചകൾ കരാറിനരികെയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ അറിയിച്ചിരുന്നതുമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.